അപ്പാർട്ട് ഫ്രം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതൊന്നും അല്ലാണ്ട് ശ്രീലക്ഷ്മിയുടെ ബാക്കി കരിയർ എങ്ങനെയൊക്കെയാണ് അതൊരു കാര്യം? ഞാൻ ഇപ്പോൾ 1 വർഷമായി ഫിലിം ഫീൽഡിൽ നിൽക്കുന്നു. തഗ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു, ചെറിയ ചെറിയ വെബ് സീരീസുകളൊക്കെ ചെയ്തു. ഇപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, ഒരു തമിഴും മലയാളം മൂവി പറഞ്ഞു വെച്ചേക്കുന്നു, മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഷൂട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ധ്യാൻ ശ്രീനിവാസന്റെ ബാലു എസ് നായർ ഡയറക്ട് ചെയ്ത ഒരു മൂവിയാണ്. അപ്പൊ ഇപ്പൊ ഇത്രയും മൂവി ചെയ്യുന്നു, ഞാൻ പൊതുവെ ചോദിക്കുന്ന ഒരു കാര്യം, ഈ മൂവി ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യുന്നവർക്ക് വൈറൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സൈഡിലൊക്കെ ചെയ്യാൻ പലപ്പോഴും മടിയാണ്. ഇപ്പോ പലരും ആലോചിക്കാറുണ്ട് വേണ്ടി ഇമേജ് കോൺഷ്യസ് ആവും അല്ലെങ്കിൽ ഇനി ചാൻസസ് കിട്ടില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. അപ്പൊ ശ്രീലക്ഷ്മിക്ക് അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനൊന്നും ആലോചിക്കുന്നില്ല. എനിക്ക് വരാനുള്ളതാണ്, എനിക്ക് കിട്ടാനുള്ളതാണ്, എനിക്ക് കിട്ടും. എനിക്ക് മനസ്സിലായി, എനിക്ക് കിട്ടാനുള്ളതാണ് എനിക്ക് കിട്ടും. അത് തന്നെ പറഞ്ഞ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കിട്ടാനുള്ള വർക്കാണ് എനിക്ക് കിട്ടും. ഇവിടെ ഇവന്റെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വർക്ക് കിട്ടാഴികയൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ആക്ടിങ് ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മോഡലിംഗ് എനിക്ക് വർക്ക് തരുന്നവർ അത് ഓക്കെ ആണെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ ചെയ്യും. അപ്പൊ പൊതുവെ ഈ ഒരു ബോൾഡ്നെസ് എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരിലും കണ്ടു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒപ്പം ഒരു ആള് വരുന്നു അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പേടിയായിരിക്കും കൂടെ നിൽക്കാനും, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ബോൾഡ്നെസ്സും എല്ലാം ശരിക്കും എനിക്ക് ആ ഒരു ഇതാണ് തോന്നിയത്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് കുട്ടിയുടെ ബോൾഡ്നെസ് ഒക്കെ ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു ഇത് ഈ ഇടപെടുന്ന രീതിയാണ്, മനസ്സിലായ? ഇങ്ങനെ ഇടപെടുന്ന രീതി നോക്കുമ്പോഴാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ ആരിടപെട്ടാലും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തി ഇങ്ങനെ ഇടപെടുന്നു, എങ്ങനെ മിണ്ടിൽ ചെയ്യുമ്പോൾ എങ്ങനെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ അതുപോലെ ഇരിക്കും. അഭിലാഷ് തിരിച്ച് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എൻ്റെ ബിഹേവിങ് സ്റ്റൈല് എപ്പോഴും മാറാം. പക്ഷെ ആ നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ലേ, മനസ്സിലായി? നമുക്ക് ഒരാളുടെ കൂടെ ഇങ്ങനെ ഇയാളോട് ഇങ്ങനെ പെരുമാറണം, വേറെ ആളെ കാണുമ്പോൾ അവര് നമ്മളിങ്ങനെ പെരുമാറുന്ന രീതിയിൽ നമുക്ക് കുഴപ്പമില്ലെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെ പോട്ടെ, മനസ്സിലായോ? ആ ഒരു ഓപ്പോസിറ്റ് ആണ്. ഇവിടെ വേറെ ആളാണെങ്കിൽ വേറെ അങ്ങനെ, മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നോക്കാം. ഇപ്പോ നിലവിൽ ഇപ്പോ ഒരുപാട് പേര് നമ്മളെ മാറ്റി നിർത്തുന്നു പറഞ്ഞില്ല മറ്റേ സംഭവങ്ങൾ. അപ്പോ ഇമോഷൻസ് വിടാം. ഇപ്പൊ മസ്താനി ആയിക്കോട്ടെ, ഡാൻസ് ചെയ്ത് കണ്ടായിരുന്നോ മലയാളിന്റെ? പണിയൊന്നും വരലൊന്നുമില്ല. കാരണം നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാന്ന് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ മസ്താനെ പോലുള്ള ആങ്കർമാരെയൊന്നും ആങ്കേഴ്സ്, ഇപ്പൊ താങ്കളൊരു ആങ്കർ ആണല്ലോ, ഇപ്പൊ താങ്കൾക്കും ഇപ്പൊ എന്റെ ഒപ്പം ഒരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ നോ പറയുള്ളൂ. അറിയാം, എനിക്കറിയാം പേഴ്സണൽ. അപ്പോ മസ്താനെ പോലത്തെ വ്യക്തി പേരെടുത്ത് പറയുന്നോണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, കേസാലും കുഴപ്പമില്ല. കാരണം മറ്റേ വിഷമം കാണും, പേരെടുത്ത് പറയുന്നത്. ആ വിഷമം കണ്ടാൽ എനിക്ക് വിഷമില്ല, ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. മറ്റേ കട്ടിയട്ടെ. അപ്പൊ പുള്ളിക്കാരത്തി വന്ന് ഡാൻസ് കളിച്ചല്ലോ, മനസ്സിലായ? താങ്കളാണെങ്കിൽ എന്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ ഒരു മടിയുണ്ടാവും. കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമില് ശരിയാ, ആ കുട്ടി വന്നിട്ട് ആ ഡാൻസ് കളിക്കുന്നുണ്ട് ഇവന്റെ കൂടെ. കാരണം എന്റെ ആങ്കർ ചെയ്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവരോട് കൂടെ ഒരു ഡാൻസ് ഒരു ഒറ്റ ഫ്രെയിമിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പലരും നോ പറഞ്ഞു. ഇഷ്ടമാണ്, പക്ഷെ ആ ഇഷ്ടത്തിന്റെ പുറകെ മുമ്പിൽ നമ്മൾ യാദർശികമായിട്ടൊരു ഡാൻസ് ഞാൻ ഒറ്റയ്ക്ക് ജനങ്ങളെ ഫേസ് ചെയ്ത് ഡാൻസ് കളിക്കുമ്പോൾ അതെന്തും ഡാൻസ് ആയിക്കോട്ടെ, അപ്പൊ ആ ഡാൻസിന്റെ കൂടെ ജോയിൻ ചെയ്തല്ലോ, മനസ്സിലായ? അപ്പൊ അതിനൊരു അപ്രീഷിയേഷൻ കൊടുക്കണം. അവർക്ക് ചിലപ്പോ ആ വീഡിയോ കൊണ്ട് അവര് മസ്താനി എന്ന വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ കാരണം ഒരുപാട് നടിമാരെ ആങ്കർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ കൂടെ ഒരു ഡാൻസ് വരുമ്പോൾ ഒരുപാട് പേര് കാണും. അപ്പൊ അതിനെയൊക്കെ മറികടന്നാണ് ആ ഡാൻസ് വന്നത്, മനസ്സിലായ? അപ്പൊ അത് എനിക്കിപ്പോ ഞാനിവിടെ പറയാൻ കാര്യം, ഞാനിവിടെ ഡാൻസ് ചെയ്തുകൊണ്ട് അപ്പൊ അവർക്ക് വേറെ പ്രോബ്ലം വരരുത്. എനിക്ക് തോന്നിയത് അലീൻ വിചാരിക്കുന്നു അലിന്റെ കൂടെ ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ ഒരിക്കലും അവർക്ക് താല്പര്യമുള്ളത് അവർ ചെയ്യില്ല. ഇപ്പൊ ശ്രീലക്ഷ്മി ഒരു വിമനാണ്, ആളുടെ മനസ്സിലാക്കിയ ആളെ ഓക്കെ, അതൊരു പ്രശ്നമല്ല, ഇങ്ങനെ വേറൊരു പെർസ്പെക്ടീവില് കണ്ടു അത് ചെയ്തു. അതെല്ലാവരും നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇത് കുറ്റം പറഞ്ഞാണ്
ഇതൊരു കുറ്റം പോലെയാണ് ഏകദേശം. അവർക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്നത്, അവര് വരുന്നില്ല, താല്പര്യം. അതല്ലെന്ന് ഞാൻ പറഞ്ഞതേ, ചില പ്രോഗ്രാമിൽ തന്നെ ഈ ഇന്റർവ്യൂവിന്റെ തന്നെ ആൾക്കാരെ ചോദിക്കും, ആങ്കർമാർ, ഞാൻ ചോദിക്കണല്ല, ഈ ക്യാമറ ടീം ചോദിക്കും ഇവന്റെ ഡാൻസ് കളിക്കാൻ ചോദിക്കുമ്പോ ചില സമ്മതിക്കില്ല, ചില ആൾക്കാർ ഓക്കെ പറയും, ചില ആൾക്കാർക്ക് പാട്ടെങ്കിലും പാടിയിട്ടുണ്ട് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും അവിടെ ഇരിക്കും ഒരാൾ, അങ്ങനെ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. പലപ്പോഴും ഈ ഒരുപാട് ആൾക്കാരെ എന്നെ പറ്റി പറയുന്ന ഒരുപാട് വിമർശനങ്ങൾ കാരണമായിരിക്കാം. പക്ഷെ ധൈര്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ വിപത്തുകൾ പറ്റരുത്, മനസ്സിലായി? അവർക്ക് ഇപ്പൊ മസ്താനി എന്ന വ്യക്തിക്ക് നാളെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ വിളിക്കാണ്ടിരിക്കരുത്, മനസ്സിലായ? അതുകൊണ്ട് ഞാൻ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞത് അത്രയും. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ല, ഈ കുട്ടിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുകൊണ്ട് എന്റെ കൂടെ ആ ഒരു വീഡിയോ ചെയ്ത കാരണം എന്തെങ്കിലും ബാധിക്കുമെന്ന് ചോദിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്ക് ഇങ്ങനെ ഇട്ടത്, മനസ്സിലായ? എനിക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം, നടിമാരുടെ ചേർത്തും വേണമെങ്കിൽ പറയാം. പക്ഷെ കാരണം നടിമാരുടെ കൂടെ ഞാൻ വീഡിയോ റിവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ. അതുകൊണ്ട് ആ നടിയുടെ പേര് ഞാൻ എല്ലാവരും ഇന്റർവ്യൂവിൽ പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കാഴ്ച എനിക്ക് റിയൽ ലൈഫിൽ ഉണ്ടായതാണ്. പറഞ്ഞത് ശരിയായിരിക്കാം, ഓരോരുത്തർക്കും ഓരോ തോട്ട്. അത് മസ്താനി മാത്രമല്ല, 5 ഗേൾസ് ആണ് അവിടെ വന്നത്. എനിക്ക് പക്ഷെ തോന്നിയ ഒരു കാര്യം, അലീൻ ആലോചിക്കുവാണ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായി തോന്നാണ്. കോംപ്ലക്സ് അല്ലേ ചേച്ചി? കാരണം ഇപ്പൊ ദിലീപന്റെ കൂടെയും ജയറാമന്റെ കൂടെയും സ്റ്റേജ് പെർഫോമൻസിന് ഒരുപാട് ഗേൾസ് ഡാൻസേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ പല ആൾക്കാരും ഇത്ര രൂപ തന്നാലേ വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പലരുണ്ട്. ക്യാഷ് അവിടെ ഡിമാൻഡ് ചെയ്യുമ്പോൾ വർക്ക് ആയിക്കോട്ടെ, ഇപ്പൊ ഒരു വൈറൽ കണ്ടന്റ് ആണല്ലോ, മനസ്സിലായ? കണ്ടന്റിൽ കാര്യമല്ല. ഇപ്പൊ ഇതെന്റെ വർക്കാണ്, ആ ഒരു വർക്ക് പോലെ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ മലബാറിന്റെ പ്രോഗ്രാമിന് പോയത് 10 പൈസ മേടിക്കാണ്ടാ ഞാൻ പോയത്. പല വർക്ക് അതല്ല, ഞാൻ എല്ലാ കല്യാണങ്ങൾക്ക് പേയ്മെന്റ് പറഞ്ഞിട്ട് മേടിക്കാറുള്ള. അതല്ല, അത് ആസാൻ ഫ്രണ്ട് എന്നല്ലേ പോയി, ആസാൻ ഫ്രണ്ട്. വിളിച്ചോ ഞാൻ തുറന്നു പറയണമല്ലോ. കാരണം നമ്മള് പ്രോഗ്രാമിന് ഞാൻ 10,000 തുടങ്ങി 25,000 30,000 വരെ വാങ്ങാറുണ്ട്. അത് എന്റെ ഫെയിം വെച്ച് ഞാൻ വാങ്ങാറുണ്ട്. പിന്നെ ചില ഇന്റർവ്യൂകളിൽ ആ രീതിയിൽ കിട്ടണമെന്നില്ല, ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തുന്നിരിക്കും. അത് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. പോയിന്റ് ഓഫ് വ്യൂ എന്ന് തന്നെ പറയാം, ഇംഗ്ലീഷ് വാക്ക് കിട്ടാത്തോണ്ടാ. അത്രേ ഉള്ളു ചോദിച്ചു. നീ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വിഷയത്തിൽ നിന്ന് മാറാം. ഓക്കെ.